ഇന്ത്യയിൽ മറ്റു സ്റ്റേറ്റുകളിൽ കാണാത്ത വണ്ണം മതസമൂഹങ്ങൾ, ജാതീയ സമൂഹങ്ങൾ വ്യത്യസ്തമായി ചേരിതിരിഞ്ഞു നിൽക്കുമ്പോഴും ഒരു രാഷ്ട്രം എന്ന നിലക്ക്, ഒരു രാഷ്ട്രത്തിലെ ഘടകം എന്ന നിലക്ക് ആ നാടിനെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ അവർക്ക് വലിയ പങ്കാളിത്തമുണ്ട്. അതിൽ എവിടെയെങ്കിലും ഒരു ചെറിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദളിത് സമൂഹത്തിനകത്തും പിന്നോക്ക വിഭാഗത്തിനകത്തും മാത്രമാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിനിടയിൽ. മറ്റെല്ലാ സമൂഹങ്ങളും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ആ ശക്തി പ്രാപിക്കലിന് അവർ ഉയർത്തിപ്പിടിച്ചത് അവനവന്റെ ഐഡന്റിറ്റിയിലുള്ള കരുത്തും വിശ്വാസവും അതിനോടുള്ള പ്രതിബദ്ധതയുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ നേരത്തെ പറഞ്ഞു, ഇവിടെ മഹാനാണ്, ജാതിഭേദം മതദ്വേഷഭേദമില്ലാതെ അവരും സോദരത്വേന കേരളത്തിന്റെ തെരുവിൽ എഴുതി വെച്ച് ഞങ്ങൾക്കും വേണം ഒരു ശിവനെ എന്ന് പറഞ്ഞ് ഈഴവ ശിവനെ ഉണ്ടാക്കിയ, വിപ്ലവങ്ങൾ ഉണ്ടാക്കിയ ഗുരുദേവൻ. പക്ഷെ ഗുരുദേവൻ സാമുദായികവാദിയാണ്. സ്വന്തം സമുദായത്തിൽ അഭിമാനപൂർവ്വം നിൽക്കുകയും ഈഴവന്മാർ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുകയും അവർക്ക് വേണ്ടി പൊരുതുകയും ചെയ്തവനാണ്. പക്ഷെ ഗുരുദേവന്റെ ഏതെങ്കിലും ഒരു വചനത്തിനകത്ത്, ഒരു വാക്കിനകത്ത്, ഒരു പ്രവൃത്തിക്കകത്ത് മറ്റൊരു ജാതിയുടെ, സമുദായത്തിന്റെ അവകാശത്തെ കവർന്നെടുത്തില്ലല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാന നായകനാണ്, കുഴപ്പമില്ല, ആണ്. മന്നത്ത് പത്മനാഭനോ നായന്മാർക്ക് വേണ്ടിയല്ലേ സംസാരിച്ചത്? കേരളത്തിന് നഷ്ടം ഉണ്ടായോ? അത് കേരളത്തിന് എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? നായന്മാർ ശക്തി പ്രാപിച്ചു, അവർക്ക് സ്കൂളുകൾ ഉണ്ടായി, കോളേജുകൾ ഉണ്ടായി, അവർ ഫലമുള്ള ഒരു കരുത്തായി മാറി. ഇന്ത്യൻ ജാതീയ വ്യവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിച്ചിരുന്ന സമുദായമായിരുന്നു നായർ സമൂഹം. അവർ ശക്തി പ്രാപിച്ചു. തെറ്റാണോ അത്? മന്നത്ത് പത്മനാഭൻ മറ്റേതെങ്കിലും ഒരു ജാതി മത സമൂഹത്തിനെതിരെ പ്രവർത്തിച്ചോ? ഇല്ലല്ലോ. എന്നാൽ നായർ സമൂഹത്തിന്റെ പുരോഗതിയിൽ മന്നത്ത് പത്മനാഭൻ കരുത്തോടുകൂടി നിന്നു, ശക്തമായി നിന്നു. ഡോക്ടർ പൽപു, വക്കം അബ്ദുൽ ഖാദർ മൗലവി, KM സീതി സാഹിബ്, സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങള്, അയ്യങ്കാളി, നിങ്ങൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എടുത്ത് പരിശോധിക്കുക. കേരളം ഉണ്ടായത് അവരൊക്കെ കൂടിയിട്ടാണ് ഉണ്ടാക്കിയത്. ആ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ഐഡന്റിറ്റി പൊളിറ്റിക്സ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേരളം ഉണ്ടായത് സ്വത്വ രാഷ്ട്രീയത്തിൽ അഭിരമിക്കുകയും അതിൽ അഭിമാനബോധം ഉണ്ടാവുകയും ചെയ്ത ഒരു തലമുറയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ്. പിന്നെ ഇപ്പോൾ ചില ആളുകൾക്ക് ചൊറിയുന്നതിന്റെ കാര്യം എന്താണ്? കോഴിക്കോട്ടെ വഖഫ് റാലി കഴിഞ്ഞപ്പോ രസകരമായ ഒരു വ്യതിയാനം ഉണ്ടായി. എന്താണത്? മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയായി. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ വർഗീയല്ല. കേരളത്തിൽ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് നിങ്ങൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് കേട്ടിട്ടുണ്ട്, എന്നിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ വഖഫ് റാലിയിലും അത് തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴും നിങ്ങൾ വർഗീയെന്ന് തന്നെ പറഞ്ഞു. എന്താ അതിലൊരു അതിശയമുള്ളത്? വഖഫ് റാലി നടത്തിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മതേതര പാർട്ടി ആകുമായിരുന്നോ? വഖഫ് റാലി നടത്തിയതിനു ശേഷം ഞങ്ങൾ ഭയങ്കര വർഗീയപരമായിട്ടുള്ള എന്താ ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടോ? ചോദ്യം ഒന്നേ ഉള്ളൂ, എന്താണ് വഖഫ് റാലിയുമായി കേരളത്തിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾ? അതിന്റെ ഉത്തരം എന്താണ്? അതിന്റെ ഉത്തരം ലീഗ് വർഗീയമാണ് എന്നതല്ല. അതിന്റെ ഉത്തരം ലീഗ് വർഗീയമാണ് എന്നതല്ല. വർഗീയമാണ് എന്ന് പറയുന്നത് ഒരു ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദിക്കലാണെങ്കിൽ ലീഗ് വർഗീയാണ്. ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി വാദിക്കലാണെങ്കിൽ ലീഗ് വർഗീയമാണ്. ഒരു സംശയ കാര്യത്തിലില്ല, ഞങ്ങളത് ഏറ്റെടുക്കുന്നു. പക്ഷെ വർഗീയത എന്ന് പറയുന്നത് മറ്റൊരു സമുദായത്തിന്റെ തലമുടിനാരുടെ അവകാശം കവർന്നെടുക്കലാണെങ്കിൽ അത് കേരളത്തിന്റെ ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി കണക്ക് വെച്ച് പറയും. ഞങ്ങൾ തുറന്നിരിക്കുന്നത് സംവാദത്തിന്റെ ഒരു ഇടമാണ്. കോഴിക്കോട്ടെ കടപ്പുറത്ത് ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് ജനങ്ങളെയും സാക്ഷി നിർത്തി ഞങ്ങൾ തുടങ്ങി വെച്ചത് സംവാദത്തിന്റെ ഇടമാണ്. ഒളിച്ചോടരുത്. വർഗീയവാദത്തിന്റെ പേരും മുദ്രയും കുത്തിയാൽ ഞങ്ങൾ തിരിഞ്ഞോടില്ല. കണക്കുകൾ കൊണ്ട് നിങ്ങൾ പറയണം. കേരളത്തിലെ മന്ത്രിസഭക്കകത്ത് എത്ര മന്ത്രിമാരുണ്ട്?
മുസ്ലിം ജനസംഖ്യാനുപാതികമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ നിങ്ങൾ പരിഗണിച്ചിട്ടുണ്ടോ? മന്ത്രിമാരുടെ സ്റ്റാഫുകളിൽ എത്ര മുസ്ലിങ്ങളുണ്ട്? കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അവരുടെ ശതമാന കണക്കനുസരിച്ച് ഏതെങ്കിലും ഒരു സഭക്കകത്ത് പ്രാതിനിധ്യം കിട്ടിയിട്ടുണ്ടോ? തൊഴിൽ, വ്യവസായത്തിൽ, കൃഷിയിടങ്ങളിൽ, ആനുകൂല്യങ്ങളിൽ, സ്കൂളുകളിൽ എവിടെ കിട്ടിയിട്ടുണ്ട്? കിട്ടിയെന്ന് തെളിയിക്കുന്ന ഒരു വാചകം കേരളത്തിന്റെ മാപ്പ് പറയാൻ ഞങ്ങൾ ഉണ്ടാകും. പറയട്ടെ. വർഗീയത എന്ന വാക്കുകൊണ്ട് ഞങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരമല്ല. നിങ്ങൾ പറയേണ്ടത് ഈ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. നിങ്ങൾ എന്താണ് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തത് എന്നാണ്. ഞാന് ഒരു കാര്യത്തിൽ സംതൃപ്തനാണ്. എന്തെന്ന് വെച്ചാല് ഒരു 25 കൊല്ലമായി നിങ്ങൾ അടച്ചുവച്ച പ്രത്യയശാസ്ത്രപരമായി അല്ലെങ്കിൽ സൈദ്ധാന്തികമായ ഒരു ചർച്ചയുടെ വാതായനം ഞങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട്. 25 കൊല്ലമായി നിങ്ങൾ ഈ ചർച്ചയിലേക്ക് വരാൻ ശ്രമിച്ചിട്ടില്ല. പല കാരണങ്ങൾ പറഞ്ഞ് സമുദായത്തിന്റെ വായടക്കാൻ പലരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ ശ്രമിച്ചു. ഞങ്ങൾ ചോദിക്കുന്നു, ഇപ്പോൾ ഇതാ ആ സംവാദത്തിന്റെ സൈദ്ധാന്തികമായ ഒരു ചർച്ചയുടെ പുതിയ ഇടം തുറന്നു വെച്ചിരിക്കുന്നു. നിങ്ങൾ പറയുക. കോഴിക്കോട്ടെ വഖഫ് സമ്മേളനം 7 സ്ഥലത്ത് ഇപ്പോഴും തീർന്നിട്ടില്ല. മാതൃഭൂമിയിൽ കുത്തിയിരുന്നു ലേഖനം എഴുതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കോടിയേരി. അതിലൊന്നും ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലെങ്കിലും നിങ്ങൾക്ക് പറയേണ്ടി വന്നു. പക്ഷെ നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് മുഖ്യമന്ത്രി ചെയ്യരുത്, അത് കേരളത്തിലെ CPM പോലെ ഒരു പാർട്ടിയുടെ സെക്രട്ടറിയും ചെയ്യരുത്. എന്താ തെറ്റിദ്ധാരണ? ഒന്ന്, വഖഫ് ബോർഡ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് PSCക്ക് വിടാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അത് കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി പറയണം. ക്ലാരിറ്റിയോടുകൂടെ എന്താ പറയേണ്ടത്? സഖാബ് TK ഹംസ ചെയർമാനായ വഖഫ് ബോർഡ് ഞങ്ങളോട് PSCക്ക് വിടാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയണം. നിങ്ങൾ വഖഫ് ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ കേട്ടാൽ മുസ്ലിം സമുദായത്തിന് പുറത്തുള്ളവർ വിചാരിക്കുക ഏതോ മഹല്ല് കമ്മിറ്റിന്റെ പറഞ്ഞു എന്നാണ്, അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞു എന്നാണ്. അത് TK ഹംസ പറഞ്ഞെന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അത് തല്ലിപ്പൊളി വർത്താനാണ്. TK ഹംസയാ പറഞ്ഞത്. ഞങ്ങളുടെ 2 മെമ്പർമാർ ഡിസിഷൻ നോട്ട് എഴുതിയിട്ടുണ്ട്. രണ്ടാമത് നിങ്ങൾ എന്താ പറഞ്ഞത്? ആ ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ലീഗ് നിയമസഭയിലെ ചർച്ചയിൽ പങ്കെടുത്തു എന്ന് വെച്ചാൽ ബില്ലിനെ എതിർത്തില്ല എന്നാ. ഇതാ ആറ് ദിവസം ഞങ്ങളിട്ടില്ല. അവിടെ ഞങ്ങൾ നിയമസഭയുടെ നടപടിക്രമങ്ങൾ ജനങ്ങൾക്ക് അത്രമേൽ അറിയാത്തവരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ട് നിങ്ങളൊരു ബില്ല് കൊണ്ടുവന്നാൽ സഭയിൽ പാസ്സാവും, തീർച്ചയായും പാസ്സാവും. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങി പോവുകയാണോ? അല്ല. കൊണ്ടുവരാൻ പോകുന്ന ബില്ലിനകത്ത് അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഭേദഗതികൾ നിർദ്ദേശിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. അത് രേഖയാണ്. ഇന്നും നാളേക്കുമല്ല, ഈ ഭൂമി നിൽക്കുന്നിടത്തോളം രേഖയാണ്. ആ രേഖയിൽ മുസ്ലിം ലീഗിന്റെ ഭേദഗതികൾ രേഖപ്പെടുത്തപ്പെടണം. അതാ ഞങ്ങൾ ചെയ്തത്. സഭയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോയാൽ അത് സക്രിയമായ ഒരു പ്രതിപക്ഷത്തിന്റെ പണിയല്ല. നിയമസഭാ നടപടിക്രമങ്ങളെ കുറിച്ച് അറിയാത്തവരാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതും കേരളത്തിന്റെ മുഖ്യമന്ത്രി നടന്നു പറയാണ്. ഇത് വഖഫ് ബോർഡ് പറഞ്ഞതാണ്. രണ്ടാമത്, സഭയിൽ മുസ്ലിം ലീഗ് എതിർത്തിട്ടില്ല. എതിർത്തു. ഞങ്ങള് 100% എതിർത്തില്ല എന്നതിന്റെ ഒരു വാചകം നിങ്ങൾ നിയമസഭാ രേഖയിൽ നിന്ന് കാണിക്കുക. ഞങ്ങൾ ഭേദഗതി പറഞ്ഞു. ഭേദഗതി പറയുന്നു എന്നത് അതിൽ നിന്ന് മാറുന്നു എന്നല്ല. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഈ സമീപകാലത്ത് എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് CPM-നോട്. CPM ഗൗരവത്തോടെ ഈ വിഷയത്തെ കാണുന്നുവെങ്കിൽ നിങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ ശക്തമായി നീങ്ങാൻ തീരുമാനിക്കുന്നു. അതിനകത്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന പോലെ അല്ലെങ്കിൽ വിചാരിക്കുന്ന പോലെ ഒരു മുസ്ലിം വിരുദ്ധമായ ഒരു വലിയ പ്ലാൻ അല്ല. ഇതൊരു വിവരക്കേടാണ്. എന്താ വിവരക്കേടെന്ന് അറിയോ നിങ്ങള്? കേരളത്തിൽ CPM-നകത്ത് നിന്ന് വ്യാപകമായ കുടിയൊഴിയലുകൾ ഉണ്ടാകുന്നു BJP-യിലേക്ക്. ആ BJP-യിലേക്ക് CPM-കാരൻ കുടിയൊഴിഞ്ഞു പോകുന്നു എന്ന വേവലാതിയാണ് കോടിയേരിയെ, പിണറായിയെ, മാർക്സിസ്റ്റ് പാർട്ടിയെ മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞാൻ CPM-ന്റെ സുഹൃത്തുക്കളോട് പറയാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ ഇത് ഏറ്റവും മോശപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണിത്.
CPM നിന്ന് എന്തുകൊണ്ട് BJP-യിലേക്ക് കുടിയൊഴിഞ്ഞു പോകുന്നു? മുസ്ലിം അനുകൂല സമീപനങ്ങൾ എടുത്തതിന്റെ പേരിലാണെങ്കിൽ എങ്ങനെയാണ് പശ്ചിമ ബംഗാളിലെ CPM-കാർ BJP-യിലേക്ക് പോയത്? നിങ്ങളുടെ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ സമീപനം എടുത്തിട്ടില്ലല്ലോ. എങ്ങനെയാണ് ത്രിപുരയിൽ നിന്ന് CPM-ന്റെ ആളുകൾ BJP-യിലേക്ക് പോയത്? ഇനി കണ്ണൂരിലേക്ക്. കണ്ണൂർക്കാർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളെ സുഹൃത്തുക്കൾ ഉണ്ടല്ലോ. ഞാൻ കണ്ണൂരിൽ 10 കൊല്ലം MLA ആയ ആളാണ്, എനിക്കറിയാലോ. കണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് CPM-ലേക്ക് ആളുകൾ പോകുന്നത്? ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി CPM സമീപനം എടുക്കുന്നതിന്റെ ഭാഗമല്ല. മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുന്ന വയലൻസ് ഇവിടുത്തെ ഫാഷിസ്റ്റുകൾ സ്വീകരിക്കുന്ന വയലൻസിന് സമാനമായ ഒന്നാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും ഫാഷിസവും മാർക്സിസവും അഭേദ്യമായ ചില ബന്ധങ്ങളുണ്ട്. ഈ സമാന്തര രേഖകൾ എന്ന് നമ്മൾ പറയുന്നു. എന്താണ് ഈ സമാന്തര രേഖ? ഒരേ അകലത്തിൽ പോകുന്ന രേഖകൾക്ക് സമാന്തരം എന്ന് പറയും. അത് ഒരു രേഖ ദുബായിലും ഒരു രേഖ ഇന്ത്യയിൽ ഉണ്ടായാൽ അങ്ങനല്ല പറയാ. അടുത്തടുത്താവും റെയിൽ പാളങ്ങൾ പോകുന്നത് പോലെ. സമാന്തര രേഖകൾ തമ്മിൽ ബന്ധമുണ്ടാവില്ല എന്നാണ് വെപ്പ്. പക്ഷെ അതിനകത്തൊരു അർത്ഥമുണ്ട്. സമാന്തര രേഖകൾ തമ്മിൽ അകലം കുറയും. ഫാഷിസവും മാർക്സിസവും സമാന്തര രേഖകൾ എന്ന് പറയുമ്പോൾ തന്നെ അവർ തമ്മിലുള്ള അകലം കുറവുണ്ട്. എന്തുകൊണ്ട്? ഈ സമാനതകളാണ് പ്രശ്നം. ഈ സമാനതകൾ വളരെ ഗൗരവപ്പെട്ടതാണ്. കണ്ണൂരിലെ മാർക്സിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്ന് CPM-ൽ നിന്ന് ആളുകൾ കുടിയൊഴിഞ്ഞ് BJP-യിൽ പോകുന്നത് നിങ്ങളുടെ വയലൻസ് സഹിക്കാഞ്ഞിട്ടാണ്, അവരുടെ സ്വാതന്ത്ര്യം കാംക്ഷിച്ചുകൊണ്ടാണ്. നിങ്ങൾ വെട്ടുന്നവനെ തടുക്കാൻ കോൺഗ്രസുകാരന് കഴിയില്ല. കാരണം കോൺഗ്രസുകാരൻ കിട്ടിയ വെട്ടുമായിട്ട് ഓടുക എന്നല്ലാതെ അവർക്ക് തിരിഞ്ഞ് ആക്രമിക്കേണ്ട രീതിയില്ല. അത് അവരങ്ങനെ ശീലിച്ചിട്ടില്ല, അവർക്കറിയില്ല. അവിടെ പോയിട്ട് രക്ഷയില്ല. സ്വാഭാവികമായി വെട്ടും കുത്തിന് കുത്തുമായി മറുഭാഗത്ത് മറ്റൊരു സ്ട്രാറ്റജി ഉണ്ട്, ഒരു സംഘടനയുണ്ട്. അത് BJP-യാണ്. നിങ്ങൾ മുസ്ലിങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങൾ എടുക്കാറില്ല. എടുക്കുന്നതിന്റെ പേരിലാണോ BJP നിങ്ങളെ കൈയൊഴിയുന്നത്? പ്രവർത്തകർ നിങ്ങളെ കൈയൊഴിയുന്നത് അല്ലല്ലോ. BJP-യിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ പോകുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത് അവരുടെ നിലപാടുകളെ പുനഃപരിശോധിക്കുകയാണ്. മുസ്ലിം സംഘടനകൾക്ക് നേരെ കുതിര കയറുകയല്ല. മറ്റൊന്ന് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിപ്പോ പറയുന്നത് എന്താണ്? നിങ്ങളിങ്ങനെ വേറെ മാറി നിൽക്കുക, അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ നിങ്ങളിങ്ങനെ എന്താണ് ഒരു പൊതുധാരയിൽ വന്ന് നിൽക്കണം, ഞങ്ങൾ മാത്രം നിന്നാ മതിയോ? ഈ പൊതുധാരയിലായിരുന്നോ ശ്രീനാരായണ ഗുരുദേവൻ? അങ്ങനെ ആയിരുന്നെങ്കിൽ കേരളത്തിലെ ഈഴവ സമൂഹം എവിടെ നിൽക്കുമായിരുന്നു? നായർ സമൂഹം എവിടെ നിൽക്കുമായിരുന്നു? EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിന്റെ ശില്പി എന്നൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയ വെറും വർത്തനം. സത്യത്തിൽ അതിന്റെ കണക്കുകൾ വെച്ച് നിങ്ങളൊന്ന് പരിശോധിക്കുക. കേരളത്തിലെ ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ ഭാഗമായി ഉയർന്നു വന്ന നവോത്ഥാനമാണ് കേരളത്തിലെ എല്ലാ മതസമൂഹവും രക്ഷപ്പെട്ടത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമാണെങ്കിൽ രക്ഷപ്പെടേണ്ട ആദ്യത്തെ വിഭാഗം കേരളത്തിലെ ആദിവാസികളാണ്, ദളിതുകളാണ്. തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ആദിവാസി സമൂഹത്തെ സമുദ്ധരിക്കാൻ നിങ്ങൾ എന്താ ചെയ്തത്? അയ്യങ്കാളിയെ മാറ്റി നിർത്തിയാൽ അവർക്കിടയിൽ വലിയ നവോത്ഥാന സംരംഭങ്ങൾ ഉണ്ടായില്ല. എന്നാൽ നിങ്ങളുടെ വരയിൽ നായർ സമൂഹം പെട്ടില്ല, ഈഴവ സമൂഹം പെട്ടില്ല, മുസ്ലിം സമുദായം പെട്ടില്ല. അങ്ങനെ പെടാത്തത് കൊണ്ടോ അവർക്ക് വ്യക്തിത്വമുണ്ട്, രാഷ്ട്രീയമായ നിലനിൽപ്പുണ്ട്. നിങ്ങളെ വാക്കും വിശ്വസിച്ചിട്ട് ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളെ വാക്കും വിശ്വസിച്ചിട്ട് ഇവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, നദ്വത്തുൽ മുജാഹിദീൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ മതസംഘടനകൾ, MES, അത് MSS പോലെയുള്ള സംഘടനകളൊക്കെ നിങ്ങളെ വിശ്വസിച്ച് നിന്നിരുന്നെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്താവും? ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്തായിരിക്കും സ്ഥിതി? ഇവരെന്തേ ചെയ്യുമെന്ന് വിചാരിച്ച് നമ്മൾ നിൽക്കുക. എവിടെ ഏതുതരം പുരോഗതിയാണ് ഈ സമുദായത്തിന് ഉണ്ടാകുമായിരുന്നത്? അവർക്ക് എത്രമാത്രം നേട്ടങ്ങൾ നിങ്ങൾക്ക് കേരളത്തിലെ മലബാറിലെ പ്രത്യേക എടുത്ത് പരിശോധിച്ചോ നിങ്ങൾ? അവിടുത്തെ സ്കൂളുകൾ, ഹൈസ്കൂളുകൾ, മറ്റിടങ്ങൾ ഒക്കെ പരിശോധിച്ചോ നിങ്ങൾ? അവിടങ്ങളിൽ അവർ പുരോഗമിച്ച് വരുന്നതിന്റെ പിറകിൽ ഏതു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്? എല്ലാ മതസംഘടനകളും അവർക്കാവുന്ന വിധം പങ്കുവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ എതിർക്കുന്നതിന്റെ രാഷ്ട്രീയത പള്ളിയല്ല പണിയണം, അതായിരുന്നു ഒരു വിവാദം. പള്ളിയല്ല പണിയണം, പള്ളിക്കൂടമായിരം. ഞങ്ങൾ ഈ വാക്കും കേട്ട് നിങ്ങളെ വിശ്വസിച്ചിട്ട് നിങ്ങൾ പള്ളി ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് ഞങ്ങൾ പള്ളി ഉണ്ടാക്കിയില്ല, ഞങ്ങൾ സ്കൂൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായിരുന്നു സ്ഥിതി?
ഞങ്ങൾ പള്ളി ഉണ്ടാക്കി. ആ പള്ളികളിൽ നിന്ന് ഒരു ഉമ്മത്ത് കൈവരിക്കേണ്ട വിജ്ഞാനത്തിന്റെ അതിന്റെ അതിരുകളില്ലാത്ത ലോകത്തെക്കുറിച്ച് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു. നമുക്ക് അറിവ് ലഭിച്ചില്ല. നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്ന്, അവരെ പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. പള്ളിയുടെ മിഹ്റാബുകൾ സാക്ഷിയായി. പള്ളിയിൽ നിന്ന് പിരിവ് നടത്തി, വയല് പറഞ്ഞു, പാട്ടപ്പിരിവുകൾ നടത്തി. അങ്ങനെയാണ് പള്ളിനടുത്ത് പള്ളിക്കൂടം ഉണ്ടായത്. നിങ്ങൾ പള്ളിയും വേണ്ട, പള്ളിക്കൂടം വേണ്ട, പള്ളിക്കൂടം മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പള്ളി ഉണ്ടാക്കിയില്ലെങ്കിൽ പള്ളി ഉണ്ടാവില്ല, പള്ളിക്കൂടം ഉണ്ടാവില്ല. നിങ്ങളെ വിശ്വസിച്ചിരുന്ന ഒരു സമുദായമെങ്കിൽ അവരെവിടെ എത്തുമായിരുന്നു എന്ന് നിങ്ങളൊന്ന് പരിശോധിക്ക്. അതും വിശ്വസിച്ചിരുന്നെങ്കിൽ മതമല്ല 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 പ്രശ്നം നിങ്ങൾക്ക് പറയാം. മതമാണ് 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 പ്രശ്നം ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ. എവിടുത്തെ ന്യായാടോ ഇത്? ഇന്ത്യ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇന്ത്യ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്? നിങ്ങൾ പറ, നമുക്കത് പറയാൻ അവകാശമല്ലേ? ഇത് ആരുടെ ഇന്ത്യയാണ്? 4599 ജാതിയും മതമുള്ള ഇന്ത്യ, മതങ്ങളുടെ ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്ന് മതമാണ് പ്രശ്നം എന്ന് പറയാൻ ഞങ്ങൾക്ക് പറ്റൂല. നിങ്ങൾക്ക് മതമല്ല പ്രശ്നം എന്ന് പറയാൻ അവകാശം ഉണ്ടെന്നാണ്. അതാണ് ഞങ്ങളിലില്ല മുസ്ലിം രക്തം. നിങ്ങൾക്ക് പറയാം, ഇത് എന്റേത് മുസ്ലിം രക്തമാണ്, ഞാൻ മുസ്ലിമാണ്, നിനക്ക് പറഞ്ഞുകൂടാ. എവിടുത്തെ ന്യായാടോ ഇത്? എവിടുത്തെ ന്യായമാണ്? നിങ്ങൾക്ക് ഇതിലൊക്കെ പ്രത്യേകിച്ച് കണക്കുകളുണ്ട്. നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ അവകാശമുണ്ട്. ക്യാമ്പസിൽ സ്വതന്ത്ര ലൈംഗികതയെ കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. എന്നാൽ ഒരു സംസ്കൃത സമൂഹത്തിന് ചേർന്നതല്ല ഈ സ്വതന്ത്ര ലൈംഗികത എന്ന് ഞങ്ങൾക്ക് പറഞ്ഞൂടാ. ഇതെവിടുത്തെ ന്യായാണ്? ഇതെവിടുത്തെ ന്യായാണ്? മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കണം CPM. എന്നിട്ട് പാർട്ടി ഓഫീസിൽ 2 ചുവന്ന മാലയും വെച്ച് ഉത്തർക്കാണ് പെരുന്നാൾ ഇട്ടുകൊടുക്കാൻ, അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ. അതിന് പറ്റില്ല. ഇതൊരു സാമൂഹ്യ ഘടനയ്ക്ക് വിരുദ്ധമാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞൂടാ. ഞങ്ങൾക്കത് പറഞ്ഞൂടാ. നിങ്ങൾക്ക് മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാം. ശരീഅത്ത് പഴഞ്ചനാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അല്ല, അത് പഴഞ്ചനല്ല, അത് ഞങ്ങളുടെ ജീവിതമാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞൂടാ. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് ഇതൊക്കെ പറയാം. ഇതും ഇതിനപ്പുറവും പറയാം. മദ്രസയുടെ സമയത്തെ ക്രമം മാറ്റി മദ്രസയിലെ പഠനത്തെ നിങ്ങൾക്ക് അട്ടിമറിക്കാം. ഞങ്ങൾ നിശബ്ദരായി ഇരുന്നു കൊള്ളണം, അല്ലേ? മതമില്ലാത്ത ജീവൻ കൊണ്ടുവന്ന് കുട്ടികളുടെ സിലബസിനെ അട്ടിമറിച്ച് അവർക്ക് മതനിരാസ നിങ്ങൾക്ക് കുത്തി നിറക്കാം. ഞങ്ങൾ മിണ്ടാതിരിക്കണം. അറബി ഭാഷ നിങ്ങൾ നിരോധിച്ചാൽ ഞങ്ങളത് കേട്ടുകൊണ്ടേയിരിക്കണം. മലപ്പുറത്തെ കുട്ടികൾ കോപ്പിയടിച്ചാണ് ജയിക്കുന്നത് എന്ന് കേരളം കണ്ട ഏറ്റവും വലിയ വംശീയമായ ആക്ഷേപം അവർക്കത് നിങ്ങൾ ഉന്നയിച്ചാൽ, അയ്യോ നമ്മളെ മക്കള് കോപ്പി അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കണം, മിണ്ടരുത്, അല്ലെ? നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അതുപോലെ കേട്ടുകൊള്ളണം. ദക്ഷിണ കന്നഡയിലെ ഒരു BJP-കാരനാണ് ലവ് ജിഹാദ് എന്ന പ്രയോഗം നടത്തിയത്. നിങ്ങൾ അറിയുമോ? അമേരിക്കയുടെ സെനറ്റിൽ, അമേരിക്കയുടെ കോൺഗ്രസിൽ, ഇംഗ്ലണ്ടിന്റെ പാർലമെന്റിൽ ലവ് ജിഹാദ് എന്ന പ്രയോഗം വരുന്നത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വിഷം നിറഞ്ഞ നാവിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. നിങ്ങൾക്കത് പറയാം. ആ ആക്ഷേപത്തിന് തെറ്റില്ല, നിങ്ങൾക്കത് പറയാം. കേരളം ഒരു ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നു എന്നത് BJP-കാരന്റെ സ്റ്റേറ്റ്മെന്റ് അല്ല, VS അച്യുതാനന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഞങ്ങൾ കേട്ടിരുന്നോളാം. മറിച്ച് നിങ്ങളോടൊരു വാക്ക് ഞങ്ങൾ പറയാൻ പാടില്ല. മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാൻ ഞങ്ങൾ സഹായം ചെയ്തു കൊടുത്ത ഒരു രാജ്യത്തിന്റെ സഹായമാക്കി കൊടുത്ത മുസ്ലിം വിദ്യാർത്ഥിനികളുടെ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് ഇല്ലാതെയാക്കാം. ഞങ്ങൾ സഹിച്ചിരുന്നോളണം. നിങ്ങളോടൊന്നും പറയാൻ പാടില്ല. വഖഫിന് നിങ്ങൾക്ക് PSC-ക്ക് വിടാം. PSC-ക്ക് വിടുക മാത്രമല്ല, ജനറലായി ഒരു സമുദായത്തിന് കിട്ടേണ്ടുന്ന സംവരണത്തിന്റെ ആനുകൂല്യം അതുവഴി അട്ടിമറിക്കപ്പെടുകയും ചെയ്യും. ഞങ്ങള് നിശബ്ദരായി ഇരുന്നു കൊള്ളണം. ജെൻഡർ ന്യൂട്രൽ, അല്ലേ? ഇപ്പൊ പുതിയ വിവാദമാണ് വസ്ത്ര സ്വാതന്ത്ര്യം. ഒരാൾ ധരിക്കുന്ന വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ ഇടപെടുക. അതിനെന്താ പറഞ്ഞ കാര്യം കാര്യങ്ങള്? സ്ത്രീ പുരുഷ സമത്വമാണ്. അതല്ല ഒരു തട്ടിപ്പല്ലേ സഹോദരന്മാരെ? സ്ത്രീ പുരുഷ സമത്വമല്ല വേണ്ടത്. ആ വർത്താനത്തിലെ കുഴപ്പം കാര്യങ്ങള്. സ്ത്രീ വളരണം. എങ്ങനെ? എന്റെ തോളിന്റെ അവിടെ വരെ, അതിന്റെ അപ്പുറത്ത് വെച്ചില്ല. സമത്വം മതി. സ്ത്രീ പുരുഷ നീതിയാണ് വേണ്ടത്. സ്ത്രീ നിന്നെക്കാൾ വളർന്നോട്ടെ. എന്തിനാ ഈ സമത്വം പറയുന്നത്? പുരുഷനേക്കാൾ വളർന്നിട്ടുള്ള സ്ത്രീകളിലെ വിദ്യാഭ്യാസപരമായി വലിയ വലിയ ജോലി സ്ഥലങ്ങളിൽ, വലിയ വലിയ വ്യവസായങ്ങളിൽ ഇല്ലേ? സ്ത്രീ പുരുഷ സമത്വം എന്നത് തന്നെ കള്ളത്തരാണ്. ഒന്ന്. എന്നിട്ട് പറയാൻ ഒരേ യൂണിഫോം മതി. എന്തിനാ വേറെ വേറെ യൂണിഫോം? അതുകൊണ്ട് പെൺകുട്ടികൾ പാന്റ് ഇട്ടോട്ടെ. അതല്ല തമാശ. എന്താ ആൺകുട്ടിയൊക്കെ ചുരിദാർ ഇട്ടാൽ? അതല്ലടോ സമത്വം എന്ന് പറയണത്. അതല്ല ലിംഗനീതി എന്ന് പറയണത്. അതല്ല ലിംഗനീതി എന്ന് പറയുന്നത്.
പെൺകുട്ടികളുടെ വേഷം മോശമാണ്, അതുകൊണ്ട് ആൺകുട്ടികളെ വേഷങ്ങൾ ഇട്ടോളി എന്ന് പറയുമ്പോൾ പെൺകുട്ടികളെ മോശമാക്കാനല്ലേ? ജെൻഡർ ന്യൂട്രൽ നിങ്ങൾ സത്യസത്യമായി കൊണ്ടുവരികയാണെങ്കിൽ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ചുരിദാർ ഇട്ട ദിവസം, വേറൊരു ദിവസം പാൻറ് ഇട്ടോട്ടെ. അങ്ങനല്ലേ നീതി ഉണ്ടാവുക? ഈ ആൺകുട്ടികളുടെ പാൻറ് പെൺകുട്ടികളുടെ പറയാം നിങ്ങളത് ഇട്ടോളി എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ പാൻറ്റാ നല്ലതെന്നല്ലേ അർത്ഥം? ഈ ജാതി പൊട്ടത്തരം വരുമ്പോ കുറെ ആളുകൾ ഭയങ്കര സംഭവമാണ്, വിപ്ലവം. എന്ത് എവിടുത്തെ വിപ്ലവമാണ്? ഞാൻ അറിയാണ്ട് ചോദിക്കണം, ഇതാണോ എന്റെ സഹോദരന്മാരെ ഈ വിപ്ലവം വരുന്ന വഴി? ഇങ്ങനെയാണ് വസ്ത്രത്തിൽ, അല്ലെങ്കിൽ എന്ത് കാര്യമുണ്ട്? ഞാൻ അറിയാണ്ട് ചോദിക്കണം, വസ്ത്രം എന്നുള്ള പ്രശ്നം, ഔറത്താ പ്രശ്നം. ഇവ അറബി നാടുകളിൽ കന്തുറയാണ് വേഷം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കാലത്ത് ധരിച്ചിരുന്നത് കന്തുറക്ക് സമാനമാണ്, കന്തുറയാണ്. ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കണല്ലേ, എവിടുന്ന ഈ നീളമുള്ള കുപ്പായത്തിന് എന്താണ് നിനക്ക് മാത്രത്തെ നീളമുള്ള കുപ്പായം? അപ്പൊ പറയണ്ട, എന്റെ മോന് കൂടി കിട്ടിയ തുണി എടുത്തിട്ടാണ്. ഞാൻ ചരിത്രം പറയല്ല, കന്തുറയാണ്. കാരണം ഈ മണൽക്കാടുകളിൽ രൂപപ്പെട്ടു വന്ന ഒരു വസ്ത്രമാണത്. ഇതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്താണ് കേരളത്തിൽ ദീന് കൊണ്ടുവന്നത്, മതപ്രബോധനം നടത്തിയത്. എന്നിട്ടോ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കന്തൂറയാണ്, നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് കന്തൂറയാണ്. അവിടെ രൂപപ്പെട്ടു വന്ന വസ്ത്രമല്ലേ ഇത്? അടിച്ചേൽപ്പിക്കാനുള്ളതാണോ വസ്ത്രം? ഒരു നാട്ടിന്റെ സംസ്കാരവുമായി രൂപപ്പെട്ട് ഒരുത്തന്റെ കംഫർട്ടുമായി രൂപപ്പെട്ടുണ്ടാവുന്നതല്ലേ? ദീനിൽ പറയുന്നത് അന്ന വസ്ത്രം ധരിക്കണം എന്നാണ്. പാൻറ് ഇടണമെന്ന് പറഞ്ഞില്ല, കന്തൂറണമെന്ന് പറഞ്ഞില്ല. ഔറത്താണ് പ്രശ്നം, ഔറത്ത് മറക്കല പ്രശ്നം. എന്തു ബാലിശമായാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞപ്പോ വിവാഹപ്രായം നിങ്ങൾ വന്നു. വിവാഹപ്രായത്തിന്റെ പ്രശ്നം വന്നപ്പോ നമ്മുടെ നാട്ടിലെ CPM കൂടി ചാടി ഇറങ്ങി. വേറെ കുറെ ആളുകളുണ്ട്, ജബ്രകൾ, യുക്തിവാദി സമൂഹം, എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ വലിയ ബുദ്ധിജീവി ജമയുടെ കുറച്ച് ആളുകൾ ക്ലബ് ഹൗസിലൊക്കെ ഉണ്ട്. ഇപ്പോ അവര് പറഞ്ഞു മുസ്ലിങ്ങൾ ഇടങ്ങാറാവുമ്പോഴാണ്. പിന്നെയാണ് CPM മനസ്സിലായത് ഇത് സമുദായത്തിന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞപ്പോ ഒരു മാറി. ഇപ്പം മാറി. നിങ്ങൾ എന്താ വിചാരിച്ചത് ഇതെങ്ങനെ മുസ്ലിങ്ങളെ ബാധിക്കുക? മുസ്ലിങ്ങളെ എങ്ങനെയാ ബാധിക്കുക? ഞാൻ അറിയാണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളുടെ പ്രായം 18 വയസ്സാക്കി. 18 വയസ്സായപ്പോഴുള്ള സ്ഥിതി എന്താ? നിങ്ങൾ പെൺകുട്ടികൾ വെറുതെ പറഞ്ഞിട്ടല്ലേ നമ്മളോലെ പഠിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പോയപ്പോഴുള്ള സ്ഥിതി എന്താ നിങ്ങൾ തോന്നി നോക്ക്. കേരളത്തിലെ കോളേജുകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മുസ്ലിം പെൺകുട്ടികളാണ്, ഏറ്റവും മിടുക്കുകളായിട്ടുള്ള വലിയ ഗ്രാജുവേറ്റ്. നിങ്ങൾ 22 വയസ്സാക്കിയാൽ ഇന്ത്യയുടെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും ഈ മുസ്ലിം പെൺകുട്ടികൾ പഠിച്ച് ലോകത്തിന് നേതൃത്വം കൊടുക്കുന്നവരാവും. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ശരിയാക്കാൻ വിചാരിച്ചിട്ട് നിങ്ങളെ ജബ്രകളും കൂബ്രകളും ഒന്നും ഞങ്ങളുടെ മേത്ത് കയറണ്ട. ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഏർപ്പാടിൽ നിന്നത്. എന്നിട്ട് അത് മുസ്ലിം സമുദായത്തിനെതിരാണ് എന്ന് വരുത്താൻ ഈ അന്തംഗമികളായിട്ടുള്ള കുറെ എക്സ് മുസ്ലിംസ് ഒക്കെ വന്നിട്ട് ഇവിടുത്തെ ക്ലബ് ഹൗസുകളിൽ വന്ന് പറയാണ് ഇതോ മുസ്ലിങ്ങൾക്ക് വലിയ കുഴപ്പം വരാൻ പോവാണ്. ഇപ്പൊ CPM അവിടെ CPM മിണ്ടുന്നില്ല, ജബ്രകളും മിണ്ടുന്നില്ല. CPM നയം മാറ്റി, എക്സ് മുസ്ലിംസും നയം മാറ്റി. യഥാർത്ഥത്തിൽ കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറയുന്നവർ, ജബ്രകൾ എന്ന് പറയുന്നവർ, എക്സ് മുസ്ലിംസ് എന്ന് പറയുന്നവർ, ഇവർ മുഴുവൻ CPM-കാരാണ്. CPM അനുഭാവികളും CPM-ന്റെ കൂടെ നിൽക്കുന്നവരുമാണ്. ഒരു കാര്യം CPM മനസ്സിലാക്കി, സംവാദം തുടങ്ങിക്കഴിഞ്ഞു. കേരളത്തിന്റെ തെരുവിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ഉടു തുണി അരിഞ്ഞ് ഞങ്ങൾ തെരുവിൽ നിർത്തും. നിങ്ങൾ ധരിച്ച വസ്ത്രം മുഴുവൻ കപട വസ്ത്രമാണ്. ആ കപട വേഷം മുഴുവൻ ഞങ്ങൾ അടിക്കും. നിങ്ങൾ എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യത ഉണ്ട്. അത് നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും നടക്കണില്ല. കുറെ പേര് വിളിച്ചു. ഇത് പറഞ്ഞൊക്കെ വർഗീയവാദിയാക്കുക. ഞാന് മുസ്ലിം യൂത്ത് ലീഗിന്റെ കൂടെ പ്രവർത്തിച്ചു വന്ന ആളാണ്, MSF-ലൂടെ. യൂത്ത് ലീഗിൽ വരുമ്പോ യൂത്ത് ലീഗ് അന്നത്തെ കാലത്ത് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ്, ഞാൻ അതിന്റെ സെക്രട്ടറി ആയിരുന്നു. ആ കാലം കേരളത്തിൽ അതിതീവ്രമായ വർഗീയത പടർന്നു പന്തലിക്കുന്ന ഒരു കാലമാണ്. മനുഷ്യർക്ക് തെളിവ് വരുന്നത്, പോപ്പുലർ ഫ്രണ്ട് വരുന്നത്, വൈമയും കൈമയും ഒക്കെ വരുന്നത്. മുസ്ലിം സമുദായത്തെ ചേർത്ത് വെച്ചുകൊണ്ട് തീവ്രവാദത്തെ വായിക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. വലിയ പോരാട്ടം നടത്തി ഞങ്ങള്. ആ പോരാട്ടത്തിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപം കേട്ടു. അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്നെ കുറിച്ച് പറഞ്ഞത് കുമ്മനം ഷാജി എന്നാണ് അന്ന് പറഞ്ഞത്. CPM വിളിച്ചു കുമ്മനം ഷാജി. നിങ്ങൾ ഒരുപാട് പോസ്റ്റർ, ഞാൻ ട്രൗസറൊക്കെ ഇട്ടു, പോസ്റ്ററൊക്കെ ഇട്ടു ഇല്ലേ, കുറെ ഫോട്ടോ വെച്ചു. കണ്ണൂരിലെ CPM-ന്റെയും RSS-ന്റെയും ഒത്തുകളിയെ കുറിച്ച് കണ്ണൂരിൽ വെച്ച് സംസാരിച്ചപ്പോ P. ജയരാജൻ പത്രക്കാരോട് പറഞ്ഞു താടിയില്ലാത്ത ബില്ലാദനാണ്. എന്നെ കുറിച്ച് പറഞ്ഞ പത്രക്കാരോട് പറഞ്ഞാണ് താടിയില്ലാത്ത ബില്ലാദനാണ്. ശബരിമലയിൽ വിശ്വാസികൾക്കെതിരെ നിങ്ങൾ നിലപാടെടുത്തില്ലേ? പാവപ്പെട്ട വിശ്വാസികൾ, ഏതോ ഞാൻ ഈ പറഞ്ഞ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ പോലെ കുറെ
യുക്തിവാദികളായ കുറെ ആളുകൾ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെ അപകടപ്പെടുത്താൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ മുസ്ലിം ലീഗ് ആ അയ്യപ്പന്മാരുടെ കൂടെ നിന്നു, ഹിന്ദുമത വിശ്വാസികളുടെ കൂടെ നിന്നു. അപ്പൊ നിങ്ങൾ പറഞ്ഞു അയ്യപ്പൻ ഷാജിയാണ്. കോഴിക്കോട്ട് വഖഫ് റാലിയുടെ പ്രസംഗം കഴിഞ്ഞപ്പോ പറഞ്ഞു മുല്ല ഉമർ ഷാജി. ഇനിയിപ്പോ പുണ്യാള ഷാജി എന്ന് കൂടി പറയാനുണ്ട്. അത് ക്രിസ്ത്യാനികളുടെ നിങ്ങളെങ്കിലും കൊണ്ടുവന്നാൽ അപ്പൊ ഞങ്ങൾ വരും, ഞങ്ങളുടെ വിശ്വാസികളുടെ കൂടെയാണ്. ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യയാണ്. ആരുടെ ഇന്ത്യ? മതഭീകരവാദികൾ വെടിവെച്ചു കൊന്ന് അവസാനത്തെ ശ്വാസവും പിരിഞ്ഞു പോകുമ്പോഴും റാം റാം എന്നുച്ചരിച്ച് മരിച്ചുപോയ ലോകം കണ്ട ഏറ്റവും നല്ലവനായ ഹിന്ദുവായ ഗാന്ധിജിയുടെ ഇന്ത്യയാണ്, വിവേകാനന്ദന്റെ ഇന്ത്യയാണ്, ഗുരുദേവന്റെ ഇന്ത്യയാണ്, ഡോക്ടർ പൽപുവിന്റെ ഇന്ത്യയാണ്, മന്നത്ത് പത്മനാഭന്റെ ഇന്ത്യയാണ്, മതവിശ്വാസികളുടെ ഇന്ത്യയാണ്. 4599 ജാതിയും മതമുണ്ട് ഇവിടെ. മൈക്രോ മൈനോട്ട് കമ്മ്യൂണിറ്റിയാണ് യുക്തിവാദികൾ എന്ന് പറയുന്നവര്. ഇടതുപക്ഷത്ത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ ഈ സാധനമുണ്ട്. ഇവിടെ ഈ CPM-ന്റെ തണലിൽ കേരളത്തിൽ നിൽക്കുന്നു എന്നല്ലാതെ ബംഗാളിൽ ഇല്ലല്ലോ, ത്രിപുരയിൽ പോയില്ലേ. ഇവിടെയും നിൽക്കുന്നത് CPM-ന്റെ പിൻബലത്തോടു കൂടിയാണ്. മതവിശ്വാസങ്ങളെ നിരാകരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾ മതത്തിന്റെ വിശ്വാസത്തിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഈ മത തീവ്രവാദത്തെ എതിർത്തത്. അതുകൊണ്ട് ഞങ്ങളുടെ വാക്കിന് വിശ്വാസ്യതയുണ്ട്, വലിയ വിശ്വാസ്യതയുണ്ട്. മുഖ്യമന്ത്രി ഈ അടുത്ത് പറഞ്ഞു ആലപ്പുഴയിൽ 2 സംഭവം ഉണ്ടായി, കൊലപാതകങ്ങൾ. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ആലപ്പുഴയിലെ സംഭവത്തെ ഞാൻ അപലപിക്കുന്നു. ആദ്യത്തെ കമന്റ് ഒരു ചങ്ങായിന്റെ, അതെ മുഖ്യമന്ത്രി ഞാനും അപലപിക്കുന്നു. നമുക്ക് രണ്ടാമതല്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു 2 കൊലപാതകം നടന്നപ്പോ അതിന്റെ പേരിൽ നടത്തിയ ഒരു പോസ്റ്ററിനോട് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനോട് സാധാരണക്കാരന്റെ കമന്റാണ്. അവർക്കറിയാം ഒരു ആത്മാർത്ഥയില്ലാത്ത അപലപിക്കലാണ്. നിങ്ങൾ ഇതിനേക്കാൾ വലിയ കുഴപ്പക്കാരാണ്. നിങ്ങൾ വെട്ടിയിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, ശരിയാക്കിയിട്ടുണ്ട്, പിന്നെ നിങ്ങൾ എന്നത് പറയാൻ എന്നാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല. അയാൾ രണ്ടാമത്തെ കമന്റ് എന്താണെന്നറിയോ? അല്ലാണ്ട് പോലീസിനെ കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിക്കൂലല്ലോ, അവിടെ RSS ആണ്. രണ്ടാമത്തെ കമന്റാണ്. ഇന്ന് കൊടിയേരിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്നറിയുന്നത്? വത്സൻ തില്ലങ്കരിക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കണം. ഉപര വർത്താനം കേട്ട ഉമ്മൻചാണ്ടിയാണ് ആഭ്യന്തരമന്ത്രി എന്ന് വിചാരിക്കുക. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ഫോൺ വിളിച്ച് പറഞ്ഞ പോരെ. എന്നിട്ട് നാട്ടോട് പറയുന്നത് എന്തിനാ? നാട്ടോട് പറയുന്നത് വത്സൻ തില്ലങ്കരിയുടെ ഫോണുമായി ബന്ധപ്പെട്ട വലിയ സംശയമുണ്ട് മുഖ്യമന്ത്രി, നമുക്കൊന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞാൽ പോരെ. നിങ്ങൾ ഭരിക്കല്ലേ, നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ആ ഗൗരവത്തിൽ എടുക്കാത്തത് എന്ന് നിങ്ങൾ പറയും. അതെന്താ നിങ്ങൾ പറയാത്തത്? ഞാൻ ഇപ്പോഴും പറയുന്നു, ആ വഖഫ് റാലിയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. നിങ്ങൾ എല്ലാവരുടെ പ്രസംഗവും പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നീത കടിച്ചേരി എന്ന് പറയുന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പീക്കറുടെ ഭാര്യ കാലടി സർവകലാശാലയിൽ ജോലിക്കു ചേർന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിച്ച സംവരണത്തിന്റെ ആനുകൂല്യത്തിലാണ്. എന്താ അത് പറയാത്തത്? എന്താ നിങ്ങളത് ചർച്ചയാക്കാത്തത്? ബാക്കിയെല്ലാം നിങ്ങൾ ചർച്ച ചെയ്തല്ലോ, നെല്ലും പതിരും തിരിച്ചല്ലോ. എന്തുകൊണ്ടത് ചർച്ച ചെയ്യുന്നില്ല? ചർച്ച ചെയ്യണമല്ലോ. നിങ്ങൾ സാമുദായിക സംവരണത്തിനെതിരായിരുന്നു EMS, സാമുദായിക സംവരണത്തിനെതിരാണ് CPM, ഇപ്പോഴും സാമ്പത്തിക സംവരണവാദികളാണ് CPM. എന്നിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായം നേടിയെടുത്തൊരു അവകാശത്തിന്റെ ആനുകൂല്യം ഒരു ഉളുപ്പില്ലാതെ പറ്റുന്ന സ്പീക്കറുടെ ഭാര്യയെ കുറിച്ചും അത് വാങ്ങി ഞം അടിക്കുന്നവരെ കുറിച്ചും ആ കുടുംബത്തെ കുറിച്ചും പറഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം പറയണ്ടേ? എന്തേ പറയാത്തത്? അവർക്കറിയാം അതിലകത്ത് തെറ്റുണ്ട്, അതുകൊണ്ട് ആ ചർച്ച എടുത്തില്ല, ആ ചർച്ചയെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞു തലശ്ശേരിയെ കുറിച്ച് എന്താ വിവാദമാക്കാത്തത്? തലശ്ശേരിയെ കുറിച്ച്, പൊന്നാനിയെ കുറിച്ച്, ഒപ്പം കൊടുങ്ങല്ലൂരിനെ കുറിച്ച്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യത്തിലേക്ക് പിടിമുറുകിപ്പോയ ഈ 3 പ്രദേശമാണെന്നല്ല പറഞ്ഞത്. ഈ 3 പ്രദേശങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ആ 3 പ്രദേശങ്ങൾക്ക് മഹത്തരമായ ഒരു മാപ്പിള പ്രതാപത്തിന്റെ ചരിത്രമുണ്ട്. ഇന്ന് അങ്ങനെയല്ല. ഒരു ഇടതുപക്ഷക്കാരനായ CPM-കാരനായ അനുഭാവിയായ ഒരാൾ തലശ്ശേരിയിൽ നിന്ന് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, ഈ പരിപാടിക്ക് ശേഷം ഞാൻ തലശ്ശേരിയിൽ ജീവിക്കുന്ന ആളാണ്, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മനസ്സിനകത്ത് കൊണ്ടതുകൊണ്ട് വിളിക്കുകയാണ്. അയാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ജീവിത സുരക്ഷിതത്വത്തിന് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ബേജാറൊന്നുമില്ല, ഇവിടെ CPM-ന്റെ കോട്ടയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല, പള്ളിയിൽ പോകാം, നിസ്കരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സർഗാത്മകമായ ഒരു പണി നടത്താൻ സമ്മതിക്കൂല. വയത് പറയുകയാണെങ്കിൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്കെതിരെ പറയാത്തോ വരണം.
മൈക്ക് പെർമിഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിന് മുമ്പ് പാർട്ടി ഓഫീസിൽ കൊടുക്കണം. നബിദിനത്തിന് എങ്ങനെ പരിപാടി നടത്തണമെന്ന് ചാർട്ട് കൊടുക്കണം. അല്ലെന്ന് പറയുന്നത് ഞാൻ വെറുതെ പറഞ്ഞു പോവല്ല. നമ്മളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, നിങ്ങൾ പറ, നിങ്ങൾ ഒരു സർഗാത്മകതയും വളർത്താൻ അനുവദിക്കൂല, അനുവദിച്ചിട്ടില്ല ഇപ്പോഴും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇതാ ഇസ്മായിൽ അടക്കള ആളുകളുണ്ട് വടകര താലൂക്ക്. കഴിഞ്ഞ 20 കൊല്ലത്തിനിടക്ക് 26 കോളേജുകളും സ്കൂളുകളും വന്നു. അവിടെ 26 കോളേജുകളും സ്കൂളുകളും. നാദാപുരത്ത്, കുട്ടിയാടി, വടകര ഒരുപടി സ്ഥാപനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ. അതിനകത്ത് ഒരൊറ്റ സ്ഥാപനം തലശ്ശേരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ കാണിച്ചു തരുമോ? എവിടെയാണ് തലശ്ശേരിയുടെ പ്രതാപം പോയത്? നിങ്ങൾ പറ, കണക്കുകൾ വെച്ച് പറ. ഷാജി കള്ളത്തരം പറഞ്ഞു. നിങ്ങളുടെ കയ്യിലല്ലേ ഗവൺമെന്റ്? നിങ്ങളുടെ കയ്യിലല്ലേ കണക്കുകൾ ഉള്ളത്? നിങ്ങൾക്കതിൽ സംവിധാനമല്ലേ? ഷാജി പറഞ്ഞത് നുണയാണെന്ന് കണക്ക് വെച്ച് നിങ്ങൾ പറ. തലശ്ശേരിയിൽ നിങ്ങൾ സർഗാത്മകമായ ഒരു പുരോഗതിക്ക് നിങ്ങൾ സമ്മതിക്കൂല. അതാണ് പണ്ട് എല്ലാവരും കേട്ടൊരു കഥ ഉണ്ട്. പണ്ട് റഷ്യന്ന് ഒരു തടിച്ചു കൊഴുത്ത നായ ഇന്ത്യയിലേക്ക് വരികയാണ്. കുറെ കേട്ട കഥയാണ്, ഇപ്പൊ ആവശ്യമുള്ളതുകൊണ്ട് പറയാണ്. ഇന്ത്യൻ ആണെങ്കിൽ ഒരു മെലിഞ്ഞ് ഉണങ്ങിയ ഒരു നായ അങ്ങോട്ട് പോവാണ്. അപ്പൊ റഷ്യയിലെ നായ ചോദിച്ചു, നീ അങ്ങോട്ട് പോകണം റഷ്യയിലേക്ക്? അപ്പൊ ഇന്ത്യയിലെ നായ പറഞ്ഞു, വിശന്നിട്ട് വയ്യ, ഈ ദാരിദ്ര്യ രാജ്യമാണോ നമ്മളത്? പണ്ടത്തെ കാലാണ്, കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, എന്തേ തിന്നാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോവാണ്. പിന്നെയാണ് നായകൻ നോക്കുമ്പോൾ മറ്റോ തടിച്ചു കൊടുത്ത നായ അങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നു. അപ്പൊ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് ഇന്ത്യക്ക് വരുന്നത്? അവൻ പറഞ്ഞു, കുരക്കാനാണ്. അടുത്ത് കുരക്കാൻ സമയത്തില് ഏത് ജന്തുവിനും അതിന്റെ ജൈവപരമായ ചില പ്രത്യേകതകളില്ലേ? അത് വേണ്ടേ? ഭക്ഷണം കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതിന് സ്വാതന്ത്ര്യം വേണ്ടെന്ന്. കുരക്കണ്ടേ സഹോദരന്മാരെ? പാർട്ടി ഗ്രാമത്തിൽ നിന്ന് കുരക്കുന്ന പോയിട്ട് ഞരങ്ങാൻ പറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞോ? എന്തു സർഗാത്മകതയാണ് നിങ്ങൾ അനുവദിച്ചിട്ടുള്ളത്? സൈനുദ്ദീൻ മക്തൂമിന്റെ നാടല്ലേ പൊന്നാനി? ആ പൊന്നാനി നിങ്ങൾ പറ, എന്തെല്ലാം മുസ്ലിം ജാഗരണത്തിന്റെ നാടായിരുന്നു പൊന്നാനി. മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിടിയിലേക്ക് പോയ പൊന്നാനിയിൽ നടക്കുന്ന പുരോഗതിയെ കുറിച്ച് നിങ്ങൾ പറ. നിങ്ങൾ പറഞ്ഞോ? ഞാൻ സംവാദത്തിന് തയ്യാറാണ്. കണക്കുകൾ കയ്യിലുണ്ട്, കണക്കുകൾ കയ്യിലുണ്ട്. ഇതിനെ വിലയിരുത്തിയ കുറെ മീഡിയ വിശാരദന്മാരുണ്ട്. SFIയിലും മറ്റൊക്കെ പോയി നിന്ന് മീഡിയയിലൊക്കെ വന്ന് മീഡിയ ഫണ്ടിലെ 3 പേര് ഇരുന്നിട്ട് രാവിലെ ചർച്ചയാണ്. കടപ്പുറത്ത് ലീഗിന്റെ പരിപാടി നടന്നല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഇന്നത്തത്? അപ്പൊ ഒരുത്തം വന്നിട്ട് പറയാണ്, ഞാൻ ആ പ്രസംഗം ഷാഹിന്റെ പ്രസംഗം കേട്ടിട്ടില്ല. പിന്നെ ഉണ്ടായിരുന്ന പോലും മര്യാദയാണോ അത്? കേൾക്കാതെ വർത്താനം പറയല്? നിങ്ങളത് ഒന്നുകൂടി ഇട്ട് നോക്ക്, കേട്ടിട്ടില്ല എന്നാലും ഞാൻ വിലയിരുത്തി കളയുന്നതാണ്. പോയി പണി നോക്കണം. എന്റെ വിലയിരുത്തൽ ആർക്കത്ര ഭയമുള്ളത്? നിങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. കുറച്ചാൾ വോട്ട് കൂട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ പറയാം നമ്മളോട്. ഏത് മീഡിയയിൽ ഒരു വൈകുന്നേരത്ത് കേൾക്കാൻ പറ്റില്ല. പൊതുയോഗം നടന്നത് 10 മണിക്കാണ്. അന്നേരത്തെ ഏർപ്പാട് വേറെയുണ്ട്, അതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. രാവിലെ വിലയിരുത്തണമല്ലോ, വിലയിരുത്താൻ പറ്റതാണ്. എന്നിട്ട് വിലയിരുത്തിയിട്ട് പറയണം, കൊടുങ്ങല്ലൂരിനെ കുറിച്ചാണോ പറഞ്ഞത്? അത് അബ്ദുറഹിമാൻ സാഹിബ് വന്ന നാടല്ലേ? സീതി സാഹിബ് വന്ന നാടല്ലേ? അതന്നെ ചങ്ങായി പറയണത്. അതിനേശം ആരും വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് മുസ്ലിം ജാഗരണം നടന്ന നാടാണ് കൊടുങ്ങല്ലൂർ. വലിയ ഭിക്ഷക്കുരന്മാര്, വലിയ ജഡ്ജിമാര്, വലിയ വക്കീലന്മാര്, വലിയ വലിയ പ്രതാപികള്, അക്കാഡമിസ്റ്റുകള് ഇപ്പുണ്ടോ കൊടുങ്ങല്ലൂര്? ഇന്ത്യയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികളെ നിങ്ങളൊന്ന് പരിശോധിച്ചോ? NRCയുടെ ഒക്കെ വിഷയം വന്നപ്പോ എത്ര കുട്ടികൾ നാദാപുരത്ത് നിന്ന്, വടകരയിൽ നിന്ന്, കോഴിക്കോട് നിന്ന്, മലപ്പുറത്ത് നിന്ന്. ഞാൻ പറയുന്നു നിങ്ങളോട്, ഈ 3 പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്ക് പറ. നിങ്ങൾ പതുക്കെ ഒരു സമുദായത്തിന്റെ ജാഗരണ പ്രവർത്തനത്തെ മുഴുവൻ തടുക്കുകയാണ്, ഇല്ലാതാക്കുകയാണ്. എന്നിട്ട് കുറെ മീഡിയ, ഇവിടെ CPM-ന് 3 വിഭാഗം ആൾക്കാരുണ്ട്. ഒന്ന്, പാർട്ടിക്ക് വേണ്ടി തല്ലാനും ചാവാനും കൊല്ലാനും ഒക്കെ നടക്കണേ താഴെ തട്ടിലെ സാധുക്കളായ ആളുകൾ, മഹാസിൻസിയറായ സത്യസന്ധരായ പാവങ്ങൾ. രണ്ടാമത്തെ ഒരു വിഭാഗം താത്വികാചാര്യന്മാരാണ്. അവര് വേദിയിലൊക്കെ വന്നാൽ അങ്ങനെ വളരെ നമ്മൾ കേട്ടുന്നോളണം. ആജാതി പ്രസംഗമാണ്, അവർക്ക് തോന്നുമേ പ്രസംഗിക്കുള്ളൂ, തോന്നുമേ പറയുള്ളൂ. ഭയങ്കര ബുദ്ധിജീവികളാണ്. പക്ഷെ മക്കളൊക്കെ വലിയ നിലയിലായിരിക്കും, വലിയ സന്തോഷത്തിലായിരിക്കും, വലിയ വലിയ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കും. കാരണം അവരെ പോറ്റണം. ബുദ്ധിജീവികളാണ്, തൊടാൻ പാടില്ല. പാർട്ടിയുടെ താത്വിക ആചാര്യന്മാരാണ്. പിണറായിന്റെ ഒക്കെ മക്കളെ പോലെ തന്നെ മക്കളെ ഉഷാർ ആയിരിക്കും. അതായിരിക്കും അനുഭാവികൾ എന്ന് പറഞ്ഞാൽ SFIയിലും മറ്റേലും DYFIയിലൊക്കെ സകല മീഡിയന്റെ ചാനലിന്റെ മുകളിലൊക്കെ കുത്തിർക്കും.
അപ്പുറത്ത് നോക്കിയ മതതീവ്രവാദി, ഇപ്പുറത്ത് നോക്കിയ മതമൗലവികവാദി, മറ്റൊരു വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്ന് ചാനൽ നടത്തണം. എടോ, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏറ്റവും വലിയ ഭീകരവാദികളും മതമൗലികവാദികളും എന്നൊക്കെ പറയേണ്ട ചാനലിൽ പോയിട്ട് അവിടുന്ന് കിട്ടുന്ന ശമ്പളം വാങ്ങി നക്കി ജീവിക്കുന്നതിനേക്കാൾ വലിയ ആദർശമില്ലായ്മ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ഉണ്ടോ? അവിടുന്ന് ശമ്പളം വാങ്ങണില്ല ഞങ്ങള്, അവരുടെ കൂടെ നിൽക്കില്ല ഞങ്ങള്. പിന്നെ എന്ത് വിപ്ലവ നിങ്ങൾ പറയണത്? എന്ത് ഇടതുപക്ഷത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ വിലയിരുത്തിയിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കാൻ പറ്റും. ഈ കൂട്ടരാണ് കേരളത്തിന്റെ മുമ്പിൽ ഇവര് എന്താണ് ഈ ചാനലുകളിലൊക്കെ വന്നിരുന്ന് വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു, മുസ്ലിം ലീഗിൽ നിന്ന് പോകുന്നവൻ ദീനിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുത്താൽ അവൻ ദീനിൽ നിന്ന് അകന്നു പോവുക തന്നെയാണ്. ഒരു സംശയങ്ങൾ വിചാരിക്കണം. അതിന് സംവാദം പറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ TK ഹംസ ഉസ്താദിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി ആ പ്രശ്നം തീർന്നു. ഇതെങ്ങനെ വിശദീകരിക്കണം എന്നതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പൊട്ടി വീണ മാതിരി ഹംസ ഉസ്താദ് പിറ്റേന്ന് ഇറങ്ങി, ആയിരത്തി ഹദീസൊക്കെ അതിന് മൂപ്പർ ഇറങ്ങി. പിന്നെ ഇപ്പൊ എന്ത് തെളിവാടോ ഒന്നൊക്കെ തരേണ്ടത്? CPM പോയാൽ ദീനിൽ നിന്ന് അകലുമെന്ന് മാത്രമല്ല, ബോധവും പോകും. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? പട്ടാവും എന്നുകൂടി മനസ്സിലായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ നിസ്സാരമായി ഒന്ന് ആലോചിച്ച് നോക്കുക. ഓരോ മതത്തിനും ആ മതങ്ങളുടെ വളരെ അവരുടെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്ന വിശ്വാസങ്ങളുടെ ഒരു നേർരീതിയുണ്ട്. അതെന്താണെന്നറിയോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതാണ്. ആ ഷഹാദത്ത് കലിമ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമാണ് സ്വർഗത്തിൽ കടക്കുന്ന വിശ്വാസം. അതാണ്. പക്ഷെ ഈ ലോകം എന്താണെന്നറിയോ നിങ്ങള്? റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ ലോകമാണ്. പട്ടിയുടെ വിശപ്പ് നിനക്ക് പ്രശ്നമാണ്, പൂച്ചയുടെ ദാഹം നിനക്ക് പ്രശ്നമാണ്, അയൽക്കാരന്റെ വിശപ്പ് നിനക്ക് പ്രശ്നമാണ്. ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അങ്ങനെയാണ്. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ സകരി വഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇത് ഖുർആൻ പറയാണ്. നീ ലോകത്ത് ജീവിക്കുമ്പോൾ ഇതൊക്കെ വേണം. പക്ഷേ ഈ ഷഹാദത്ത് ചൊല്ലിയവനെ സ്വർഗമുള്ളൂ. അത് വിശ്വാസമാണല്ലോ, അതനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇന്നാള് ഇല്ലാത്ത സ്വർഗത്തിലേക്ക് ഞാൻ പോകൂല എന്നൊരുത്തൻ ഓൻ സ്വർഗത്ത് പോകുന്ന ആരാ പറഞ്ഞു? ഇന്നാളുള്ള സ്വർഗം മൂപ്പര് അപ്ലിക്കേഷൻ കൊടുത്ത് കയറുന്ന മാതിരിയാണ്. ഇന്നാളില്ലാത്ത സ്വർഗത്തിലേക്ക് അവൻ ഇനി പോയില്ല, സ്വർഗം കണ്ട് പൊളിയാണില്ല. എന്ത് വർത്താനാണ്? അതും CPM ആയിട്ടില്ല. പക്ഷേ ഞങ്ങള് CPM ആഫീസിൽ പോയിട്ട് എന്റെ കാറ്റടിച്ചിട്ടുണ്ട്. ആ ചായ കൊടുക്കുന്ന പണിയാണ്. അത്രേ ഉള്ളൂ. നിങ്ങളാളല്ലേ, നിങ്ങൾ സ്വന്തം ആൾക്കാരാണ്, നിങ്ങൾ അനുഭവിച്ചോളി എന്നല്ലാണ്ട് വേറെ പറയാനൊന്നുമില്ല. അപ്പൊ ഏതായാലും അതിന്റെ ആഫീസിൽ പോയി ചായ കൊടുക്കുന്ന പണിയുള്ളവന്റെ ദീനപ്പത് ഏത്? ഇന്നാളില്ലാത്ത സ്വർഗത്തിലേക്ക് ഞാൻ പോണില്ല. ഇതന്നെ പറഞ്ഞത്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ ഞാൻ വേറൊന്നും കൂടി ചോദിക്കട്ടെ. ഇത് ഞാനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുത്തൊരു കോംപ്ലിമെന്റ് അല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയാണെന്നാണ്. മാർക്സിസമാണ് നിങ്ങളുടെ പാർട്ടി എന്നാണ്. നിങ്ങൾ എന്താ അംഗീകരിക്കാത്തത്? നിങ്ങൾക്ക് എന്തിനാ ദേഷ്യം പിടിക്കണത്? ഞാൻ നിങ്ങൾ BJP എന്ന് പറഞ്ഞോ, RSS എന്ന് പറഞ്ഞോ, നിങ്ങൾ മാർക്സിസമാണ്. കൊടിയേരിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു മതത്തിലും പ്രവർത്തിക്കുന്നവൻ പാർട്ടിയുടെ മെമ്പർ ആവരുത്. എല്ലാ മതവും പ്രവർത്തിച്ചോട്ടെ, വിശ്വാസം അനുസരിച്ച് നടന്നോട്ടെ എന്ന് വെച്ചാൽ ഓല് പറഞ്ഞിട്ട് നടക്കണം ഔദാര്യം പോലെ പറയണ്ട, ആയിക്കോട്ടെ. എന്നാൽ നിങ്ങൾ പറഞ്ഞോണ്ട് നമ്മൾക്ക് അൽഹംദുലില്ലാ ഞങ്ങൾക്ക് പ്രവർത്തിക്കാലോ. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരിക്കലും അവര് ഒരു മതത്തിലും അംഗമാവരുത് പറയുന്നത് നിലവിലുള്ള പാർട്ടി സെക്രട്ടറി കൊടിയേരി. പിന്നെ ലീഗ് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? ഞങ്ങൾ പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? നിങ്ങൾ പറയൂ. നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ എന്താണ്? ഞങ്ങൾ ഒരു വർഗത്തിന് വേണ്ടി സംസാരിക്കുന്നു. തെറ്റല്ല, ഞങ്ങൾ ഏറ്റെടുക്കുന്നു. 948 രൂപം കൊണ്ടതും പ്രവർത്തിക്കുന്നതും അതിന് തന്നെയാണ്. ആ 48 നിലപാടൊന്നും ഞങ്ങൾ മാറ്റിയിട്ടില്ല, പുതിയ പേരിട്ടിട്ടില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിം ലീഗ് എന്ന പേര് തന്നെയാണ്. അതേ കൊടിയാണ്. നക്ഷത്രം മാറ്റിയിട്ടില്ല, ചന്ദ്രക്കല മാറ്റിയിട്ടില്ല. അതേ കൊടി, അതേ പരിപാടി. വഖഫ് റാലി കഴിഞ്ഞ പിന്നെ പുതിയൊരു സാധനം വരിക. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ എന്തിനു വേണ്ടിയാ പ്രവർത്തിച്ചത്? പക്ഷെ മറ്റൊരു സമുദായത്തിന്റെ തല്ലമുടി നാരിഴ CH പറഞ്ഞിട്ടുണ്ട്. എടുക്കരുത്, തൊടാൻ പോവരുത്. മുസ്ലിം സമുദായത്തിന്റെ അവസാനത്തെ അവകാശവും ചോദിച്ചു വാങ്ങുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയോ?
ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളെ കെട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ്, നിനിത കണിച്ചേരിക്ക് കൂടി വേണ്ടിയിട്ടാണ്. അവർക്കും കിട്ടണമെന്ന് ഞങ്ങളുടെ അഭിപ്രായം, വേണ്ടെന്നല്ല. അവർക്ക് കൂടിയും വേണ്ടിയാണ്, അവർക്ക് കൂടിയും വേണ്ടിയാണ്. അത് ചോദിക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തമാണ്. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ. സഖാബ് ടി കെ ഹംസ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, എന്താ അത്? കല്യാണം നിങ്ങൾക്ക് എവിടുന്നും കഴിക്കാം. അതിന്റെ ലളിതമായ ഉത്തരം എന്താണെന്നറിയോ? സഖാബ് ടി കെ ഹംസ മനസ്സിലാക്കണം, ഏക സിവിൽ കോഡ് ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നാണ്. എന്തിനാണ് മുസ്ലിങ്ങൾക്ക് സ്പെഷ്യൽ മാരേജ് ആക്ട്? എന്തിനാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് വേറൊരു വിവാഹ നിയമം, രജിസ്ട്രേഷൻ രീതികൾ? BJP ഉന്നയിക്കുന്ന ചോദ്യം ഇതാണ്, ഇതെന്തിനാണ് വേറെ? നിങ്ങൾക്ക് ഹിന്ദുവിനെ കെട്ടാം, ഹിന്ദു അതിന്റെ മസലൊക്കെ വിട്, മസല നമുക്ക് കയറണ്ട. ഹംസാക്ക വലിയ മൗലവിയായോണ്ട് ഞാൻ പിടിച്ച് കളിക്കാൻ നിൽക്കണില്ല, ഞങ്ങൾ വിട്ടുന്നു. ഒരു സാമാന്യ യുക്തിക്ക് ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും വ്യത്യസ്ത മതങ്ങൾ സ്വീകരിച്ച് മതത്തിനകത്ത് കല്യാണം കഴിക്കാം, ആ രീതിയിൽ ജീവിക്കാമെങ്കിൽ എന്തിനാണ് വേറെ വേറെ കോഡ്, വേറെ വേറെ നിയമം? ഇതല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഓരോ മതങ്ങൾക്കും അവന്റെ മതത്തിനകത്ത് ജീവിക്കാൻ കഴിയുന്ന സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ പേരാണ് ഇന്ത്യ. അതില്ല എന്ന് പറഞ്ഞാൽ ഏക സിവിൽ കോഡ് പോരെ? അതല്ലേ BJP ബാധിക്കുന്നത്? അതല്ലേ RSS പറയുന്നത്? അതല്ലേ സംഘപരിവാർ പറയുന്നത്? അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ജനതയെ കൊണ്ടുപോയി എത്തിക്കുന്നത് നിരീശ്വരവാദത്തിലേക്ക് മാത്രമല്ല, മതനിരാസത്തിലേക്കാണ്. ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ CPI മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല, RSPയിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല, കോൺഗ്രസിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല, ജനതാദളിൽ മെമ്പർഷിപ്പ് എടുത്താൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ മക്കൾ SFIയിൽ മെമ്പർഷിപ്പ് എടുത്താൽ, DYFIയിൽ മെമ്പർഷിപ്പ് എടുത്താൽ, അതിന്റെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇത് മതനിരാസത്തിന്റെ പാർട്ടിയാണെന്നാണ്. അത് ഞാനും പറയുന്നു, അത്രേ ഉള്ളൂ. അത് ലീഗും പറയുന്നു, അത്രേ ഉള്ളൂ. ലീഗിന്റെ നിലപാടില് അതുകൊണ്ടൊരു മാറ്റമില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സ്നേഹമുള്ളവരെ, ഈ സംവാദം തുടങ്ങുകയാണ്. ആരൊക്കെ എന്തൊക്കെ മറയിട്ട് മൂടിയാലും, താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കഥകളും മെനഞ്ഞാലും, ആരൊക്കെ ഇതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചാലും, അതിനേത് വേഷം കെട്ടൽ നടത്തിയാലും, അതിന്റെ അടിവേരറുക്കാൻ ഈ സമുദായം ഒറ്റക്കെട്ടായി ഈ രാജ്യത്ത് ഉണ്ടാകുമെന്ന് നിങ്ങൾ ഉറപ്പിച്ചോളൂ. അതാണ് കോഴിക്കോട്ടെ കടപ്പുറത്ത് കാണിച്ചത്. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ കടപ്പുറത്ത് വന്ന ജനസാഗരം അതാണ്. അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ ഇതിനെ വളച്ചൊടിച്ച് കൊണ്ടുപോയിട്ട് വേറെ ചില ആളുകൾ ഇത് അത്ര വലിയ ഗൗരവമല്ല, അങ്ങനൊന്നും പറഞ്ഞാൽ പോരാ, ഇത് വേറൊരാളുടെ പ്രവർത്തനാണ്, ഇതെങ്ങനെ ആയി CPM-മായി സഖ്യമുണ്ടാക്കിയത് കഥ പറയണോ? പറഞ്ഞോ? ബാഫക്കിത്തങ്ങളാണ്, ബാഫക്കിത്തങ്ങളാണ്. 1-2 പാർട്ടിയല്ല, ഒരു വലിയ സപ്തകക്ഷി മുന്നണിയുടെ അകത്തേക്ക് ആ ബാഫക്കിത്തങ്ങളെ ചോദ്യം ചെയ്തു വരാൻ, ആ രാഷ്ട്രീയ സാഹചര്യത്തെ പുതിയ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലേക്ക് കൂട്ടിച്ചേർത്ത് വെക്കാൻ, അതാണോ ശ്രമം? ഞാൻ വീണ്ടും പറയുന്നു, സംവാദം തുടങ്ങുകയാണ്. ലീഗ് ഇത് തുടങ്ങി കഴിഞ്ഞു. നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങള് ആബിദുദ്ദീൻ പറഞ്ഞു, മുനവർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു, യൂത്ത് ലീഗിന്റെ പുതിയ രാഷ്ട്രീയ ചർച്ചകൾ വരാൻ പോവാണ്, സംവാദം തുടങ്ങാൻ പോവാണ്. അതിന്റെ നേരെ മുന്നിൽ വന്ന് സംവാദാത്മകമായി നിൽക്കാൻ ബുദ്ധിജീവികളുള്ള CPM-കാരിൽ അങ്ങനെ ബുദ്ധിയുള്ളവർ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ വന്നോളൂ. തെരുവിൽ മുസ്ലിം ലീഗ് ഉണ്ടാകും, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ടാകും, KMCC ഉണ്ടാകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റിയെ ഒരിക്കലൂടെ അഭിനന്ദിച്ചുകൊണ്ട് സ്വാഗതം.